ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ശർക്കര വെച്ചിട്ടുള്ള കുറച്ച് വിഭവങ്ങളുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒറ്റ വീഡിയോയിൽ തന്നെ ഒരുപാട് വിഭവങ്ങൾ, ഉണ്ണിയപ്പം, അതുപോലെ കൽത്തപ്പം, നെയ്യപ്പം, കാസർഗോഡൻ സ്പെഷ്യൽ ചക്കരച്ചോറ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട് നെയ്യപ്പം അതുപോലെ ഉണ്ണിയപ്പം ഒന്നും ശരിയായി കിട്ടാറില്ല എന്നൊക്കെ. അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേരുണ്ടാക്കി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിലാദ്യം കാണിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതിലോട്ട് 200 ഗ്രാം ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പാകത്തിനുള്ള മധുരമാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 250 ഗ്രാം ശർക്കര വരെ എടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ 200 ഗ്രാം ശർക്കരയാണെങ്കിലും 250 ഗ്രാം ആണെങ്കിലൊക്കെ 1/2 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി മെഷർമെൻറ്റ് കപ്പിൽ. എന്നിട്ട് ഇത് ഒന്ന് ഉരുക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് അരി അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പച്ചരി കുതിർത്ത് വെച്ച ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച ശേഷം കഴുകി എടുത്തിട്ട് വെള്ളം ഒന്ന് വാർന്നെടുക്കുക. വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്. ഒരു 15-20 മിനിറ്റൊക്കെ ഒന്ന് സ്ട്രെയിനറിൽ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നാലേ ഞാൻ പറയുന്ന അളവിൽ വെള്ളത്തിൻ്റെ പാകമൊക്കെ കറക്റ്റായി കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പും പിന്നെ 1/4 കപ്പും പുഴുക്കലരി ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കപ്പിൽ നിറച്ചല്ല, വടിച്ചിട്ടെടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും വടിച്ചിട്ട് തന്നെയാണ്. 1/2 കപ്പും പിന്നെ 1/4 കപ്പും എന്ന രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിറച്ചല്ല, വടിച്ചിട്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾ കപ്പില്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. അപ്പോൾ 1/4 കപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഏകദേശം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാൽ പിന്നെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 2-3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയിൽ ഉപ്പുണ്ട്, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി, തിക്കാക്കി എടുക്കണ്ട. അപ്പോൾ ഇതിപ്പോൾ 1 കപ്പിനേക്കാളും കുറച്ച് കുറവുണ്ട്. അതിന് ഞാൻ കുറച്ച് സാധാ വെള്ളം ചേർത്തിട്ട് 1 കപ്പ് ആക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ്. ചൂടാറി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു ശർക്കര പാനി തന്നെ പോരാ, 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ശർക്കര പാനിയും 1/4 കപ്പ് വെള്ളവുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അളവിൽ നിങ്ങൾ ശർക്കര പാനി അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പാകത്തിനുള്ള പരുവത്തിൽ തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരിച്ചിരി തിക്കാണ് കേട്ടോ. ഇതിൻ്റെ പരുവം നമ്മൾ സാധാ ഇഡലി മാവൊക്കെ ചെയ്യുന്ന ആ ഒരു പരുവം തന്നെയാണ്. പക്ഷേ അതിനേക്കാളും ഒരു പൊടിക്ക് മാത്രം ഒരിച്ചിരി മാത്രം ലൂസാക്കി എടുത്താൽ മതി. ഏകദേശം നമുക്ക് ആ ഒരു പരുവം തന്നെയാണ് വേണ്ടത്, ഇഡലി മാവിൻ്റെ ഒക്കെ പരുവം. അപ്പോൾ ഇതിലോട്ടിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചൊന്ന് അധികം തിക്കായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ അധികം ലൂസായി പോവും. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ മാവ് കറക്റ്റ് പരുവം തന്നെയായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ ഒരിച്ചിരി തിക്നെസ് കട്ടി കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിലൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കുക. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പലരും പറയാറുണ്ട് നെയ്യപ്പം ശരിയാകുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇത് മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മുകൾ ഭാഗമൊക്കെ പൊട്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവിൻ്റെ പരുവം കറക്റ്റ് ആക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു പരുവമാണ് വേണ്ടത്. ഏകദേശം ഇഡലി മാവിൻ്റെ ഒരു പരുവം തന്നെയാണ്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മൂടി വെച്ച് ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നമുക്കിത് മാറ്റി വെക്കുന്നത് കൊണ്ട് ഒന്നും കൂടെ നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുട്ടെടുക്കാം. പക്ഷെ ഒന്നും കൂടെ നല്ലത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഒന്ന് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം.
അപ്പോൾ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് മാവ് കട്ടി കൂടുതലുള്ള പോലെയൊക്കെ തോന്നും, പക്ഷേ നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും അങ്ങനെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, വേണമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം. എന്നിട്ട് ഇതുപോലെ മാവ് ഓരോ തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നൊന്നുമില്ല, കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെ വെക്കുന്നൊന്നുമില്ല. നിങ്ങൾക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൊങ്ങി വരുന്നത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. പിന്നെ അങ്ങനെ പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പൊങ്ങി വന്നില്ല, സൈഡൊക്കെ പൊങ്ങി വരാനൊക്കെ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക്, ഇതിപ്പോൾ കണ്ടില്ല നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഈ ഒരു ചൂട് എണ്ണ തൂക്കി കൊടുത്താൽ മതി. അപ്പോൾ പൊങ്ങി വന്നാലും നമുക്കിതിൻ്റെ മുകൾ ഭാഗം ചൂട് എണ്ണ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുന്നത് കൊണ്ട് നല്ലത് തന്നെയാണ്. മുകൾ ഭാഗം നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ തൂക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറായി വന്നാൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതൊന്നും കൂടെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നെയ്യപ്പം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം സോഫ്റ്റായിട്ടാണുള്ളതെന്ന്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. അപ്പോൾ നെയ്യപ്പം ശരിയാകാത്തവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഒരുപാട് പേരുണ്ടാക്കി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നെയ്യപ്പം പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നമുക്ക് തേങ്ങ കൂടുതൽ ചേർത്തിട്ടും ചോറ് കുറവ് ചേർത്തിട്ടും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ രണ്ടും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്, ചോറും അതുപോലെ തേങ്ങയുമൊക്കെ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ചോറ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യപ്പമാണ്. ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആരെടുത്ത കൽത്തപ്പമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കുതിർത്ത് ഒന്ന് കഴുകി വെള്ളം വാർന്നെടുക്കാം. വെള്ളം വാർന്നിട്ട് തന്നെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന അളവിൽ വെള്ളം ചേർക്കുമ്പോൾ പാകത്തിനായിക്കോളും. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പുഴുക്കലരി ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഏത് അരിയുടെ ചോറാണെങ്കിലും 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. കറക്റ്റ് മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ലൂസായിട്ടുള്ള ബാറ്റർ തന്നെയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ അരക്കുമ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഏകദേശം 1 കപ്പൊക്കെ എടുത്താൽ മതി. ഗ്രാം വൈസ് നോക്കുമ്പോൾ 200 ഗ്രാം ശർക്കര പാകത്തിനാകുന്നുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1/2 കപ്പ് വെള്ളമാണ്. ഇത് നമ്മളൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ 1/4 കപ്പ് അങ്ങനെയൊന്നുമല്ല, കറക്റ്റ് കപ്പിലെടുത്തിട്ട് 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സെയിം വേറൊരു അടുപ്പിൽ ഞാൻ ഒരു പാനിൽ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 3
ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയൊരു കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. സെയിം അടുപ്പിൽ വേറൊരടുപ്പിൽ ശർക്കര അവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരേ സമയത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ശർക്കരപ്പാനി നമ്മൾ ചൂടോടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാവിലോട്ട്. എന്നിട്ടത് കുറേ സമയം അങ്ങനെ വെക്കാനും പറ്റില്ല, പെട്ടെന്ന് തന്നെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടും ഒരേ സമയത്ത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് അരിഞ്ഞത് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം, 3-4 ടേബിൾ സ്പൂണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ശർക്കര മെൽട്ടായിട്ടും വരും കംപ്ലീറ്റ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ശർക്കര ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശർക്കര നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഈ ഒരു സമയത്ത്. അതുപോലെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ. അപ്പോൾ അധികം അത് മൊരിഞ്ഞ് വരില്ല. ഇനി നമുക്ക് ഈ ഒരു ചൂടോടെ തന്നെ ശർക്കര പാനി ഇതിലോട്ട് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ ഒരുപാട് പഴക്കമുള്ളത് എടുക്കാതിരിക്കുക. ബേക്കിംഗ് സോഡ, ഈസ്റ്റ് അതൊക്കെ ഒരുപാട് വാങ്ങി സ്റ്റോർ ചെയ്യാതിരിക്കുക. അത് പഴകും തോറും വീര്യം കുറയും. ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. ബേക്കിംഗ് പൗഡർ കുഴപ്പമില്ല. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ വഴറ്റാൻ വെച്ചിട്ടുള്ള ഈ ഒരു പാനിലോട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാകത്തിന് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് തേങ്ങാക്കൊത്ത് അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്താൽ മതി. മുകൾ ഭാഗം മാത്രം മെല്ലെ ഇതുപോലെ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഇതിലൊരു ട്രിക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു മൂടി നമ്മൾ ഇതിലോട്ട് മൂടി എടുക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഹോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ നടുക്കൊരു പിടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ നടുക്ക് ഹോൾ വരും. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ആവി പോകുന്നത്. നമ്മൾ കുക്കറിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വിസിൽ മാറ്റുന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്യുമ്പോഴും. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടൊരു 15-20 മിനിറ്റോളം വേവിച്ചെടുക്കുക. അപ്പോൾ 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമുക്ക് എത്രത്തോളം ഫ്ലെയിം കുറക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. 20 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ട്രിക്കും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂടിയിലുള്ള ഈ ഒരു ആവിയൊക്കെ കംപ്ലീറ്റ് ഒന്ന് തുടച്ച് കളയുക. ഒന്ന് ഡ്രൈ ആക്കി കളഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു രീതിയും കൂടെ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഇത് തുടച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്, അത് മറക്കരുത് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇത് വീണ്ടും ഒരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. നല്ല പൊങ്ങി ഒരു സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ട്. വിട്ട് വരുന്ന പരുവം തന്നെ ആയി കിട്ടുന്നുണ്ട്. പാനിലൊട്ടി പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കട്ട് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ ചെയ്യുന്നതിനേക്കാളും എനിക്ക് നല്ല സോഫ്റ്റായിട്ടും നല്ല ആരെടുത്തിട്ടും ഒക്കെ കിട്ടിയിട്ടുള്ളൊരു കൽത്തപ്പമാണ് കേട്ടോ ഇത്. ഞാൻ കുക്കറിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ പാനിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് ആര് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിക്കും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മൂടിയിലുള്ള അതിൻ്റെ ഒരു അടപ്പും കൂടെ മൂടി പിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതും കൂടെ മാറ്റി ചെയ്യുമ്പോൾ
നമുക്ക് നന്നായിട്ട് ഇതുപോലെ നല്ല ആരെടുത്തിട്ടുള്ള കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ട്രിക്കും എനിക്ക് വേറൊരു ഇതിൽ നിന്നും കണ്ട വീഡിയോ ആണ് കേട്ടോ. യൂട്യൂബിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ട ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായി, ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. കണ്ടില്ല എത്ര നന്നായിട്ട് ആരെടുത്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ട്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ എത്രയും ഇങ്ങനെ എന്താ പറയുക, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് അറിയില്ല ഇത് കാണുമ്പോൾ. അപ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പം. നമ്മളിത് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അരി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, അതും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ടെക്സ്ചർ ആരെടുത്ത കൽത്തപ്പൊക്കെ ഇല്ല ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ. അത്രയും സോഫ്റ്റായിട്ടാണുള്ളത് ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2.25 കപ്പ് പച്ചരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പും പിന്നെ 1/4 കപ്പും എടുത്തിട്ടുണ്ട്. റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ നൈസ് പത്തിരി, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പൊടിയും യൂസ് ചെയ്യാം. കാസർഗോഡ് വത്തൽ പൊടി യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ 1 കപ്പ് പച്ചരി ജസ്റ്റ് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ 2.25 കപ്പ് കിട്ടുന്നുണ്ട്. 1 കപ്പ് പച്ചരി അരമണിക്കൂർ കുതിർത്ത് വെക്കുക, കഴുകി എടുത്തിട്ട്. എന്നിട്ട് വെള്ളം ഒന്ന് നല്ലോണം വാർന്നെടുത്ത ശേഷം കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി. വെള്ളം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി, നല്ലോണം ഉണങ്ങി കിട്ടണ്ട. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ആറി കിട്ടിയാൽ നമുക്ക് മിക്സിയുടെ ചെറിയ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സെയിം ഈ ഒരു 2.25 കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് 1 കപ്പ് പച്ചരി പൊടിച്ചെടുക്കുമ്പോൾ. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് പഴമാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറുപഴമാണ് വേണ്ടത്. മൈസൂർ പഴമാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇതിപ്പോൾ സാധാ ചെറുപഴം, കദളിപ്പഴമില്ലേ, ആ പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പഴമായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. നല്ലോണം ചെറിയ പഴം 3 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല വലിയ പഴമാണെങ്കിൽ, ഇപ്പോൾ സൈസിൽ നല്ല വലിയ പഴമാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വലിയ പഴമാണെങ്കിൽ 3 എണ്ണം ചേർക്കരുത്, കൂടുതലായി പോകും. അതുപോലെ മീഡിയം സൈസിലുള്ള പഴമാണെങ്കിൽ 2ഉം പിന്നെ വേറൊരു പകുതിയും കൂടെ ചേർത്താൽ മതി. 2.5 പഴം ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്ക് പേസ്റ്റാക്കി നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്ന വെള്ളം കുറച്ചാൽ മതി. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 125 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ 1 കപ്പ് ശർക്കരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് 1 കപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ 125 ഗ്രാം എന്ന രീതിയിൽ എടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി. അല്ലാതെ ഇത് നല്ലോണം മെൽട്ടായിട്ട് അങ്ങനെ കട്ടിയാവാനൊന്നും നിൽക്കണ്ട. എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. അപ്പോൾ ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് മാറ്റാം. എന്നിട്ട് ഫ്ലെയിം വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം കേട്ടോ. ഇത് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് മൊരിയിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നമുക്കിതിൽ ബാലൻസുള്ള നെയ്യ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് മൊരിയിച്ചെടുത്ത ഇതിലുള്ള നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2, 3, 4 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. പിന്നെ വേറൊരു അടുപ്പിൽ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ശർക്കര പാനി നല്ല ചൂടോടെ വേണം മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ കുക്കർ കൽത്തപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, പാനിലൊക്കെ ചെയ്തെടുത്ത ആ ഒരു കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ചൂടോടെ വേണം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ തേങ്ങാക്കൊത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇത് ചൂടോടെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഈ ഒരു പാന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചൂടായി ഒന്നും കൂടെ മൊരിഞ്ഞ് വന്നോളൂ. അപ്പോൾ നമുക്കിനി നമ്മൾ എടുത്തു വെച്ച ഈ ഒരു അരിപ്പൊടി വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇപ്പോൾ നമുക്ക് ശർക്കര നന്നായി ഉരുകി എല്ലാം കൂടെ അലിഞ്ഞ് വന്നിട്ടുണ്ട്, മെൽട്ടായിട്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ടിപ്പ്. ചൂടോടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആരെടുത്ത ആ ഒരു ടെക്സ്ചർ മാത്രമല്ല കേട്ടോ, നല്ല സോഫ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ബാക്കിയുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ തന്നെ എല്ലാം കൂടെ അലിഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ, കുറേ നേരം വെക്കരുത്. അതുപോലെ ഇതിലോട്ട് ചൂടോടെ ഒഴിച്ചു കൊടുക്കാനായിട്ടും നോക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ഉണ്ണിയപ്പം. ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നോക്കാത്തവർ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്ക പൊടിയാണ്. അതുപോലെ നമുക്ക് ഇതിലോട്ട് ഒരു നുള്ള് ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഇട്ട് കൊടുക്കേണ്ട, ഇതിൽ നെയ്യൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പിന്നീട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ, ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ബാലൻസ് ഉള്ളത് കുറച്ചൊക്കെ ഈ ഒരു തേങ്ങാക്കൊത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് മൊരിച്ചെടുത്ത നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞൊരു ഫ്ലേവറാണ്. ചൂടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷേ ചൂട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ശർക്കര നമ്മൾ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം, ശർക്കരപ്പാനി. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂട്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി, ജീരകം പൊടിച്ചതൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു 2-3 ഏലക്കയും ഒരു 1/4 ടീസ്പൂണ് ജീരകവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി മൊത്തത്തിൽ. പിന്നെ അത് തിളച്ച് വരുമ്പോഴേക്കും ഫ്ലേവർ ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അരിപ്പയിൽ അരിച്ചിട്ടല്ലേ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഈ ഒരു പഴം ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പൊടിയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഇനി നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ മാവ് തിക്കായിട്ടല്ല കേട്ടോ, നമ്മൾ ഇഡലി മാവ് അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവല്ല ഇതിന് വേണ്ടത്. കുറച്ചും കൂടെ അതിനേക്കാളും ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം കേട്ടോ കറക്റ്റ്. പിന്നെ ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ നല്ല പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡ തന്നെ ചേർക്കാൻ നോക്കുക. ഇതിപ്പോൾ കണ്ടില്ല, നല്ല തിക്കായിട്ടാണ് ഉള്ളത്. ഇഡലി മാവിൻ്റെ ഒക്കെ ഒരു ഏകദേശം ആ ഒരു പരുവത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതിലോട്ട് ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം, വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ. ഇതിൻ്റെ പരുവം പാകത്തിനാകണം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടൂല. അപ്പോൾ ഇത് തിക്കായിട്ടാണുള്ളത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു പരുവാണ്. അപ്പോൾ ഇത്രയും തിക്കല്ല കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1/4 കപ്പായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നോക്കിയിട്ട് തന്നെ നിങ്ങൾ 1/2 കപ്പ് വെള്ളം നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ നിൽക്കണ്ട. 1/2 കപ്പ് വെള്ളം എടുത്ത് വെക്കാം. മെഷർമെൻറ്റ് ഏത് കപ്പിലാണോ നമ്മൾ എടുത്ത ആ ഒരു സെയിം കപ്പിൽ. എന്നിട്ട് ആദ്യം പകുതി അല്ലെങ്കിൽ ഒരു 1/4 പാകമൊക്കെ ചേർത്ത് നോക്കിയിട്ട് പിന്നെ മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് 1/2 കപ്പ് വെള്ളം പാകത്തിനായിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. പിന്നെ നമ്മളെടുക്കുന്ന പഴത്തിലൊക്കെ ചിലപ്പോൾ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ല, വെള്ളപ്പമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന പരുവം, ചുറ്റിച്ചെടുക്കുന്ന പരുവം. അപ്പോൾ ആ ഒരു പരുവം തന്നെയാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഇഡലിമാവിൻ്റെ ആ ഒരു പരുവൊന്നും അല്ല കേട്ടോ. ഇത്രയും ഒരുപാട് ലൂസാക്കി എടുക്കരുത്, പക്ഷേ ഈ ഒരു ഇതിലാണ് വേണ്ടത്. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന പരുവല്ല, ഇതുപോലെ ഇങ്ങനെ ഒരു വീഴുന്ന പരുവാണ്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലുള്ള ഉണ്ണിയപ്പച്ചട്ടി ചൂടായതിന് ശേഷം ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് മൊരിച്ചെടുത്ത ആ ഒരു നെയ്യും, കുറച്ച് കൂടുതൽ നെയ്യ് ഞാൻ ഇതിലോട്ട് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നെയ്യ് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതിലോട്ട് നെയ്യും അതുപോലെ എണ്ണയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുഴിക്കകത്ത് കുറച്ച് നിറച്ചെണ്ണ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും കുറച്ച് മാത്രമല്ല കേട്ടോ, ഇതുപോലെ ഇങ്ങനെ കുഴിക്കകത്ത് നിറച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിറച്ചിട്ട് കൊടുക്കാതെ ഒരിച്ചിരി ഒരു 1/4 പാകത്തേക്കാളും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പക്ഷേ ഒരുപാട് നിറച്ചിട്ട് കൊടുക്കാനും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് കുറച്ചൊന്ന് പൊങ്ങി വരും. ഇതായി വരുമ്പോൾ, ഫ്രൈ ആയി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്.
അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു സൈഡ് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സൈഡൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും മുരിഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോൾ നമുക്ക് മാറ്റാം. ഈ ഒരു അളവിൽ നമുക്ക് ഇനി 2 പ്രാവശ്യം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട്. ഇതിപ്പോൾ 12 കുഴിയുള്ള ഉണ്ണിയപ്പ ചട്ടിയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 36 ഉണ്ണിയപ്പം ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ല എത്ര നന്നായിട്ടാണ്, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ഉണ്ണിയപ്പം. നല്ല കറക്റ്റ് ഒരു ഷേപ്പും അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കിനി മറ്റേ സൈഡ് മുരിയുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറക്കാട്ടെ, അല്ലെങ്കിൽ അടിഭാഗം നല്ലോണം ഓവറായി കുക്കായി പോകും, മൊരിഞ്ഞു പോകും. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്നൊന്നും അറിയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മളിത് ഉണ്ടാക്കിയ ദിവസം കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് നല്ല സോഫ്റ്റോടെ തന്നെ കഴിക്കാൻ പറ്റും. പിറ്റേ ദിവസത്തേക്ക് വെക്കുമ്പോൾ ടേസ്റ്റ് നല്ല അടിപൊളി തന്നെയാണ്. പക്ഷേ ചെറിയൊരു അന്നത്തെ ദിവസം ഉണ്ടാക്കിയ ആ ഒരു സോഫ്റ്റ്നെസ് ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ഉണ്ടായിന് കേട്ടോ പിറ്റേ ദിവസം. നമുക്ക് എന്താണെങ്കിലും അങ്ങനെയാണല്ലോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിറ്റേ ദിവസത്തേക്കാണെങ്കിലും. ഉണ്ടാക്കിയ ദിവസം കഴിക്കുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അരിപ്പൊടി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അരി വെച്ചിട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല നൈസ് പൗഡറായിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അരമണിക്കൂറൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ച് ഫാനിൻ്റെ അടിയിൽ 1 മണിക്കൂർ വെച്ചാലും മതി കേട്ടോ. വെള്ളം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് ഉണങ്ങി വരുന്ന രീതിയിൽ വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറേശ്ശെ ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ നമ്മൾ രണ്ടാമത് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ അതിൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എണ്ണ ഫുള്ളായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഇതുപോലെ ഫുള്ളായിട്ടില്ലെങ്കിലും ഏകദേശം പകുതിയിൽ കൂടുതൽ എണ്ണ എന്തായാലും ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇതേപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അകത്ത് ഈ ഒരു ആരെടുത്ത ടെക്സ്ചറിങ്ങൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കാസർഗോഡൻ സ്റ്റൈലിലുള്ള ചക്കരച്ചോറാണ്. ഞങ്ങൾ ചക്കരച്ചോറ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ പുഴുക്കലരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി എടുത്തിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 കിലോ അരി എന്ന് പറയുമ്പോൾ 2.5 കപ്പ് അരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെയിം നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ ഈ ഒരു പുഴുക്കലരി വെച്ച് ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലോട്ട് നമ്മൾ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2.5 കപ്പ് റൈസിന് ഓൾമോസ്റ്റ് ഒരു 10 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുഴുക്കലരി ആയതുകൊണ്ട് ഒരു ഇച്ചിരി വേവ് കൂടുതലാണ്. ജീര റൈസ് നെയ്ച്ചോറിൻ്റെ അരി വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുക്കണമെന്നില്ല, ഒരു ഇച്ചിരി കുറക്കാം കേട്ടോ. അപ്പോൾ പുഴുക്കലരിക്ക് നമ്മൾ 25% അരി എടുക്കുമ്പോൾ അതിലോട്ട് ഒരു 75% ഇതുപോലെ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു 1/4 കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു വിസിൽ വന്ന ശേഷം ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 4ഓ 5ഓ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റൈസ് കുക്കറിൽ വേണമെങ്കിലും അല്ലെങ്കിൽ അടുപ്പിലൊക്കെ വേവിച്ചെടുക്കാം. റൈസ് കുക്കറാകുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന അത്രയും വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രഷർ കുക്കറിൽ വെച്ചത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു വിസിൽ വന്ന ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കുറച്ച് ഉടയുന്ന പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ അടിക്ക് പിടിച്ചിട്ടുമില്ല. പിന്നെ നമ്മൾ വെള്ളം 2ാം പാലാണെങ്കിലും വെള്ളമാണെങ്കിലൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. 2ാം പാലെന്ന് പറയുമ്പോൾ നല്ലോണം ലൂസാക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അടിക്ക് പിടിക്കാതെ നോക്കിയാൽ മതി. ഇനി ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1/2 കിലോ ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്.
അപ്പോൾ അത് മതിയായിട്ടില്ല, മധുരം കുറവായിരുന്നു. പിന്നീട് ഞാൻ 1/4 കിലോ ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 3/4 കിലോ ശർക്കരയാണ് കേട്ടോ. ഈ ഒരളവിന് നല്ല പാകത്തിനുള്ള മധുരമാണ്, കറക്റ്റ് മധുരമാണ് കേട്ടോ. 3/4 കിലോ ശർക്കര 1/2 കിലോ റൈസിന്. അതുപോലെ ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ശർക്കര ഫുള്ള് മെൽട്ടായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ശർക്കര ഒന്ന് മെൽട്ടായി വരട്ടെ. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1/4 പാൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ടൊരു 2-3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ നമ്മൾ ചേർക്കുന്ന ഒരു ശർക്കരയിലൊക്കെ ഉപ്പുണ്ട്, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം, പാകത്തിനിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇനി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ അടിക്ക് പിടിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്, നമ്മുടെ ശർക്കരയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പോളം 1/4 പാൽ എടുത്തിട്ടുണ്ട്, കുറച്ച് തിക്കായിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തം 3 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 2 കപ്പ് 1/4 പാലെടുത്തു, പിന്നെ ബാക്കി ലൂസായിട്ട് 2/2 പാലും കൂടെ എടുത്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായി മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. പാകത്തിനുള്ള തിക്നെസ്, ഒരു കുഴഞ്ഞ് വരുന്നൊരു പരുവത്തിലായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് പാകത്തിനുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇത് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ 2.5 കപ്പ് റൈസിന് 1/4 കപ്പ് റൈസ് എടുക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടും ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് പഴം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുത്തില്ലാലും കുഴപ്പമില്ല, കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കടിക്കാനായിട്ട്. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച നമ്മുടെ സാധാരണ കദളിപ്പഴം ചേർത്ത് കൊടുക്കാറുമുണ്ട്. അപ്പോൾ എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചക്കരച്ചോറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്